ഇതിനെ എന്തേ കാണിച്ച ആരെയും പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങനെ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. തീർച്ചയായിട്ടും സേവനം നൽകി എന്ന് ബന്ധപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്, നൽകിയവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. അക്കൗണ്ടിലൂടെയാണ് പണം വാങ്ങിയത്, ടാക്സ് അടച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കെതിരെ കൂടുതൽ നടപടിക്ക് ഇടി. വീണാജിക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം. അങ്ങനെ തന്നെ വേണം. ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണോ? ഇത് അന്യായമല്ലേ സാർ? ഒരു പാവം പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാമോ? എന്താ ഒരു പാവം പെൺകുട്ടിയോട്? വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനത്തിന് ഫെമ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. ഇഡിയുടെ അന്വേഷണം ദുബായിലേക്കും നീളുന്നു. അതിനൊരു തീരുമാനമായി. മുൻ മന്ത്രിയും വീണയുടെ ഭർത്താവുമായ PA മുഹമ്മദ് റിയാസിന്റെ തിരഞ്ഞെടുപ്പ് ചെലവിലേക്കും ഇഡി അന്വേഷണം ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീണ പണം കൈമാറിയതായാണ് വിവരം. കടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകാൻ പോകുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ വാർത്താക്കുറിപ്പിലുള്ളത്. അവിടുന്ന് ഞാൻ പൊക്കിയെടുത്തോളാം. അല്ല എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം പട്ടിണക്കി. മുഹമ്മദ് റിയാസിനെ തന്നെ വിളിപ്പിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ ഇങ്ങനെ അപമാനിക്കല്ലേ കലട്ടി സാറേ? എന്താ സമൂഹത്തിൽ രണ്ടിനെയും പൊക്കി ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.